ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ സ്വാലി ഷംസുദ്ദീൻ ചർച്ചയിലുണ്ട്. ഡോക്ടർ സ്വാലി, ഇപ്പോൾ CBI അന്വേഷണം എത്രത്തോളം വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്? പോലീസ് വീഴ്ചകൾ നേരത്തെ അക്കമിട്ട് നിരത്തപ്പെട്ടതാണ്. ഇപ്പോൾ CBI മുന്നോട്ട് പോകുമ്പോഴും ഒരു പ്രതിയിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കൂട്ട ബലാത്സംഗമാണ് എന്ന സൂചനകൾ ലഭിക്കുമ്പോഴും. അതെ, തീർച്ചയായും ഇപ്പം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ അറിയുന്നത്. CBI എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്ത് വരികയാണ്. രണ്ടുപേരെ ഇതോടൊപ്പം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അതായത് 2 പ്രതികൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഹലോ, 2 പ്രതികൾ കൂടി അറസ്റ്റിലായി എന്നാണോ? അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അറസ്റ്റായി എന്നുള്ളതാണ് ന്യൂസ് ഇപ്പൊ കേൾക്കുന്നത്. അത് ആരാണെന്തെങ്കിലും സൂചനകളുണ്ടോ ഡോക്ടർ സ്വാലി? ഇപ്പം അറിഞ്ഞത് ഞാൻ അവിടെ ഇല്ല കൃത്യമായിട്ടുള്ള സൂചന ഇല്ല. അവർ പുറത്തു വിട്ടിട്ടില്ല. ചില ഡോക്ടർമാരെ തന്നെ സംശയിക്കുന്നു എന്നാണല്ലോ കുടുംബം, മാതാപിതാക്കൾ CBIക്ക് നൽകിയ മൊഴി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അന്വേഷണം മുന്നോട്ട് പോയത്. അപ്പോൾ എന്താണ് ഇപ്പോൾ സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന ഉറപ്പ് എന്താണ്? എന്തായാലും 100% അവർ 100% അവരെന്തായാലും ഇതിന് നീതി പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. പ്രതികൾ ആരാണെങ്കിലും അത് പുറത്ത് കൊണ്ടുവരും എന്ന് പൂർണ്ണമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ടെന്ന് പറയുന്നത്, ഇവിടെ ഒരുപാട് സ്റ്റോറീസ് ഇതിന്റെ ബിഹൈൻഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു 90% എനിക്ക് തോന്നുന്നു, എല്ലാവരും പറയുന്നത് 90% അത് വെറുതെ ഇറക്കുന്ന റൂമേഴ്സാണ് എന്നുള്ളതാണ്. ഡോക്ടർ സാലി, ഇപ്പോൾ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാമോ? കുറെ കോൺസ്പിറസീസ് ഉണ്ട്. നമുക്ക് കോൺസ്പിറസി തിയറിയിലേക്കൊന്നും പോകേണ്ട. അവിടെ നടക്കുന്ന സംഭവങ്ങൾ താങ്കൾക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഡോക്ടർ. ഇപ്പോൾ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്ന കാര്യങ്ങളുണ്ടല്ലോ. അവിടുത്തെ വനിതാ ഡോക്ടർമാർ അടക്കം പറയുന്നത്, ഇപ്പോൾ ഈ പ്രതിഷേധത്തിനിടയിൽ അവിടെ പ്രതിഷേധിക്കുന്ന വനിതാ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളടക്കം, അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും ഒരു മുറിയില്ല എന്നതാണോ സത്യം? ഈ സെമിനാർ ഹാളിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യമാണോ ഇപ്പോൾ അവിടെ ഒരു ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ. ഈ സെമിനാർ, ഈ കൊല്ലപ്പെട്ട് പെൺകുട്ടി മരിച്ചു കിടന്ന സെമിനാർ ഹാളിന് തൊട്ടടുത്ത വശം, അതിന് തൊട്ടടുത്ത ദിവസം തന്നെ റെനോവേറ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മാതാപിതാക്കളുടെ പ്രതികരണമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഈ പെൺകുട്ടി മരിച്ചത് ഈ സെമിനാർ ഹാളിൽ വെച്ച് തന്നെയാണോ കൊല്ലപ്പെട്ടത് എന്നിപ്പോൾ ആ കുടുംബം സംശയിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം സെമിനാർ ഹാളിലേക്ക് കൊണ്ടിട്ടതാണോ എന്നുകൂടി സംശയിക്കുന്നു. ഈ തൊട്ടടുത്ത നിർമ്മാണത്തിന്റെ സാഹചര്യത്തിലാണ് അവരങ്ങനെ പറഞ്ഞത്. എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് അതിൽ? പ്രൈമറി അവിടെ തന്നെയാണ് കുട്ടി റെസ്റ്റ് ചെയ്യുന്നത്, അവിടെ സെമിനാർ ഹാളിൽ. കാരണം പ്രോപ്പറായിട്ട് ഇവിടെ ഡ്യൂട്ടി റൂമുകൾ ഇല്ല ആർക്കും. പൊതുവെ എല്ലാവരും ഇപ്പോൾ പൾമണറി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ്റെ ഉള്ള ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും ആ സെമിനാർ റൂമിന്റെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ബെഡുണ്ട്. ആ ഒരു ബെഡിലാണ് റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ വെച്ച് തന്നെ ക്രൈം നടന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ക്രൈം ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് ഞങ്ങൾക്കാർക്കും അറിയില്ല. കാരണം അതിനൊരു സാഹചര്യം അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം സെമിനാർ റൂമാണ് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളത്. പണി നടക്കുന്നത് സെമിനാർ റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമാണ്. ഇപ്പോൾ ഈ വലിയ പ്രതിഷേധം വരികയാണല്ലോ. ഇപ്പോൾ അല്പം മുമ്പ് പോലും ഇപ്പോൾ കോളേജിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. എങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തെ നേരിടുന്നത്? ഇതിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും CPM ആണ്, BJP ആണ് ഇതിന് പിന്നിൽ എന്നൊക്കെ തൃണമൂൽ പറയുന്നുണ്ട്. അതേസമയം തെരുവിലേക്ക് പ്രതിഷേധവുമായി തൃണമൂലും ഇറങ്ങുന്നുണ്ട് ഒരു വശത്ത്. എന്താണ് സർക്കാർ എടുക്കുന്ന നിലപാട് ഡോക്ടർ? ഞങ്ങൾക്ക് ശരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നല്ല, ഞങ്ങൾക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്നും പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനാണ് വേണ്ടത്. കാരണം സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. വേറെ ഇതിനകത്ത് പൊളിറ്റിക്കലി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് ഞങ്ങൾ ആരും പോകുന്നില്ല. എല്ലാവരും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം, അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് തരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ മരിച്ച ശേഷം ആ വിവരം എന്താണ് ആശുപത്രി അധികൃതർ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കാതിരുന്നത്? ഇതൊരു ആത്മഹത്യ എന്ന മട്ടിലാണല്ലോ അറിയിച്ചത്.
ആദ്യം ഞങ്ങൾ ക്രൈം സീനിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് രാവിലെ ഒരു 9:30-10 മണിക്ക്. അപ്പം ഞാൻ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം എന്റെ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മുടെ കൊളീഗ്സിന്റെ അടുത്തുനിന്ന് ന്യൂസ് അറിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. അന്നേരം തന്നെ ഞങ്ങളിലുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് ക്രൈം സീനിലോട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോഴേ പോലീസും എല്ലാം വന്ന് ഞങ്ങളെല്ലാവരും തടഞ്ഞു വെക്കുകയൊക്കെ ഉണ്ടായി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവര് ക്രൈമിനെ മൂടിവെക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ടെന്ന്. അപ്പം തന്നെ ഞങ്ങൾ ശരിക്കും പ്രതിഷേധിച്ചു. ഞങ്ങൾ പറഞ്ഞു മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് ഇതിൽ നടത്തണമെന്ന് ഞങ്ങൾ തീർത്തും പറഞ്ഞു. ഞങ്ങൾക്കിതിൽ CBI അന്വേഷണം വേണമെന്ന് അന്നു മുതൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കോളേജ് അധികൃതർ നൽകിയ അവരുടെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണം എന്തായിരുന്നു ഡോക്ടർ? അവർ ഞങ്ങളോട് പൂർണ്ണമായിട്ടും അങ്ങനെ ഒന്നും തീർത്തും എതിർത്ത് പറയുകയൊന്നും അന്നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞങ്ങൾ ന്യൂസിൽ നിന്നാണ് അറിയുന്നത്, പുറമേ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് ക്രൈം മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് പ്രൊട്ടസ്റ്റ് കൂടി വന്നത്. അന്ന് വൈകുന്നേരം തൊട്ട് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് വളരെ ശക്തമാക്കി തുടങ്ങി. അതിന് കാരണം എന്താണെന്നാണ് തോന്നുന്നത്? ഇപ്പോൾ ഈ പ്രതി എന്ന് പറയുന്നത് ഇപ്പോൾ ആശുപത്രിയെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളാണെന്നൊന്നും നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ആശുപത്രി തന്നെ ഇത് മൂടി വെക്കാനൊരു ശ്രമം നടന്നത്? അത് ഈ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വൻ വീഴ്ചയാണ്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ പോലീസിനോടും ഇതിനോടും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാണ്ടായത്. അതിനുശേഷമാണ്. പക്ഷെ ഞങ്ങൾക്ക് തീർത്തും അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് CBI അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.